സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോ മൊർദെഖായി പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് വസ്ത്രം വലിച്ചു കീറി അത്യുച്ചത്തിലാ കരഞ്ഞ്. വളരെ വേദനയിൽ യഹൂദ ജനത്തെ മുഴുവനായി കൊന്നുമുടിക്കുമെന്നും മൊർദെഖായി കഴുമരത്തിലാ തൂക്കിക്കൊല്ലുമെന്നും ഒക്കെയുള്ള വാർത്ത കേട്ട് തകർക്കപ്പെട്ട് കരഞ്ഞ മൊർദെഖായിയോട് കർത്താവ് പറയും, മൊർദെഖായിയെ നിലവിളിച്ചോ, കരഞ്ഞോ. എപ്പ വരെ? 50 മുഴം ഉയരമുള്ള കഴുമരം ഒരുക്കി പൂർത്തീകരിക്കുന്നിടം വരെ ഒന്ന് കരഞ്ഞാ മതി. അത് കഴിയുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കാൻ തുടങ്ങും. ഒരുപക്ഷെ കഴുമരത്തിന്റെ ചുവട്ടിൽ വരെ കൊണ്ടുവന്നെന്ന് വരാം. പക്ഷെ കഴുമരത്തിൽ കയറ്റാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന കഴുമരത്തെ പോലുള്ള വെല്ലുവിളികൾ, ഹാമാൻ ഒരുക്കുന്ന പദ്ധതികൾ, ശത്രു തലമുറകളെ തകർത്തു കളയുമെന്നും കുടുംബത്തെ നശിപ്പിക്കുമെന്നും ശുശ്രൂഷയെ ഇല്ലാതെ ചെയ്യുമെന്നും പഠനം പൂർത്തീകരിപ്പിക്കത്തില്ലെന്നും ദേശത്തുനിന്ന് പോലും തുടച്ചു മാറ്റുമെന്ന് വെല്ലുവിളിക്കുമ്പോൾ അതിൻ്റെ നടുവിലിരുന്ന് കരയുന്ന ഒരു ഭക്തനെ ചേർത്ത് പിടിക്കുന്ന കർത്താവ്. സ്തോത്രം. ഒരുപക്ഷെ ശുശ്രൂഷയെ പോലും തകർത്ത് കളവാൻ ഹാമാന്യ ശക്തികൾ എഴുന്നേറ്റ് വരുമ്പോ ക്ഷീണിച്ചു പോകരുതേ. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് വേണ്ടി അടുത്ത അധ്യായങ്ങളിൽ വായിക്കുന്നു, കണ്ണുനീരിന്റെ മറുപടിയായി മൊർദെഖായിക്ക് അടുത്ത പ്രമോഷനാ ലഭിച്ചല്ലേ. ശത്രു ഒരുക്കട്ട് കഴുമരം ഒരുക്കട്ട്, പക്ഷെ പ്രാർത്ഥന കുറയരുത്. ദൈവസ്ഥിതി ശക്തിയോടെ നിലവിളിക്കുവാൻ, കണ്ണീരോടെ പ്രാർത്ഥിക്കുവാൻ എൻ്റെ ജനം ഒരുക്കപ്പെട്ടാൽ കഴുമരത്തിൽ തൂങ്ങാൻ എൻ്റെ കർത്താവ് അനുവദിപ്പിക്കില്ല. പ്രൈസ് ദി ലോർഡ്.